SDP-യുടെ വോട്ട് സ്വീകരിക്കുന്നത് അവരെ മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയെന്ന് AK ബാലൻ. എല്ലാ വർഗീയ ശക്തികളുടെയും കാര്യത്തിൽ ഇതാണ് നിലപാട്. വർഗീയ സംഘടനകളുടെ ആശയത്തെ പാർട്ടി എതിർക്കും. എന്നാൽ ആ സംഘടനകൾക്ക് പിന്നിൽ അണിനിരക്കുന്നവരുടെ വോട്ട് വേണ്ടെന്ന് പറയില്ല. ആശയങ്ങളിൽ മാറ്റം വരുത്തി അവർ വരുന്നതിനെ എന്തിനാണ് എതിർക്കുന്നതെന്നും AK ബാലൻ ചോദിച്ചു. SDP-യുടെ പിന്തുണ സ്വീകരിക്കാൻ CPM പാടുപെടുന്നതിനിടെയാണ് AK ബാലന്റെ ഈ വിശദീകരണം. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി മീറ്റ് ദ ലീഡറിൽ സംസാരിക്കുകയായിരുന്നു ബാലൻ. മതന്യൂനപക്ഷങ്ങളിൽ ഒരു വല്ലാത്ത ഇമേജാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത്. തലശ്ശേരി സംഭവം നടക്കുമ്പോൾ പേടിച്ചിട്ട് കക്കൂസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാത്ത നേതാക്കന്മാരാ കോൺഗ്രസിന്റെ. സ്റ്റാൻഡാണ് സ്വീകരിക്കുന്നതെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്നും SDP-യുടെ വോട്ട് വേണ്ട എന്നും പറയണം. അത് പറയുന്നില്ല. വോട്ട് വേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് തമ്മിൽ രണ്ടാണ്. നിങ്ങളൊരു വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ആരെങ്കിലും വോട്ട് തരും, നിന്റെ വോട്ട് വേണ്ട എന്നെങ്ങനെയാ പറയും? നിങ്ങളിപ്പോ സംഘടനയുടെ വോട്ട് വേണ്ടെന്നാണ് പറയുന്നത്. സംഘടനയുടെ വോട്ട് വേണ്ടെന്ന് പറയാം. ഞങ്ങളിപ്പോ വീടുകളിലേക്കായിരുന്നു. ആ വീടുകളിൽ കയറുമ്പോൾ ലീഗിന്റെ വീടുണ്ടാവും, BJP-ന്റെ വീടുണ്ടാവും, SDP-ന്റെ വീടുണ്ടാവും, ജമാഅത്തിന്റെ വീടുണ്ടാവും. ആ വീട് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് രാഷ്ട്രീയ നിലപാടല്ലേ? ആ രാഷ്ട്രീയ നിലപാടിന്റെ മതനിരപേക്ഷ സംഘടനകൾ മതി ഞങ്ങളോടൊപ്പം. ഞങ്ങളെ അവർ സ്വീകരിച്ചാൽ മതി. മുന്നണിയിൽ അത് മതി. പക്ഷെ വോട്ട് എല്ലാവരുടെ ഇതും പോകണം. മുന്നണി രണ്ടും പോകും. മുന്നണിയിൽ ഘടകകക്ഷി എന്നുള്ള നിലയിൽ വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ടയില്ല. എന്നാൽ ഈ സംഘടനകളിലെല്ലാം അണിനിരന്നിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ ബോധമുള്ള ജനങ്ങളുണ്ട്. ആ ജനങ്ങളെ തള ഞങ്ങൾക്ക്. അപ്പോൾ RSSന്റെയും SDP-യുടെയും PDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ സംഘടനകളെ ഞങ്ങൾ എതിർക്കും. അല്ല, സംഘടനയെ എതിർക്കുന്നതോടൊപ്പം തന്നെ ആ സംഘടന ഉയർത്തുന്ന ആശയത്തോടൊപ്പമുള്ള ജനങ്ങളെ, വോട്ടർമാർ, അവരെയും ഞങ്ങൾ എതിർക്കും. എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ മാനസാന്തരം വരുത്തുന്നതിനും മതനിരപേക്ഷ ബോധം മനസ്സിലേക്ക് എത്തിക്കുന്നതിനും നിരന്തരമായിട്ട് ഞങ്ങൾ ഇടപെടും. അവരെ ഒഴിവാക്കിക്കൊണ്ടല്ല, അവരുമായി സഹകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള ആശയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആശയം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ സംവേദിച്ചു കൊണ്ടേയിരിക്കും.